മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ ചെയ്തിട്ടുള്ള എല്ലാ ക്രൂരതയ്ക്കും കരുണയ്ക്കും നല്ല തിരിച്ചടി കൊടുക്കാനായിട്ട് കണ്ണൻ തീരുമാനിക്കുന്നു. പിന്നീട് എല്ലാ കാര്യങ്ങളും മഹിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യവും എല്ലാ വിവരവും മഹിക്ക് പറഞ്ഞു കൊടുക്കുന്നു കണ്ണൻ. തൻ്റെ അനിയത്തിയായ അവളെ തന്നെപ്പോലെ തന്നെ നല്ലൊരു സ്ത്രീയാക്കി നമുക്ക് മാറ്റണമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അതിന് താൻ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, ഞാൻ പറയുന്നത് പോലെ തന്നെ താൻ അവളെ കൊണ്ടെല്ലാം ചെയ്യിക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ മഹിയാണെങ്കിൽ അതിനെല്ലാം സമ്മതിക്കുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും തന്നെ യാത്ര തുടരുകയാണ്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, തന്നോട് ഞാൻ ദേഷ്യപ്പെട്ട് നിന്ന സമയത്ത് തനിക്ക് എന്ത് വികാരമുണ്ടായോ അതുപോലെ തന്നെ എനിക്കും ഉണ്ടായി. മുന്നോട്ടുള്ള സമയത്ത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും ചിന്തിക്കാതെയാണ് ഞാൻ അങ്ങനെയെല്ലാം പെരുമാറിയത്. അതിലെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കത് അച്ഛൻ മരിച്ചതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ദുഃഖമായി തീർന്നേനെ എന്നെല്ലാം പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ അതൊന്നും ആലോചിക്കേണ്ട, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനെ ആശ്വസിപ്പിക്കുകയാണ് മഹി. പിന്നീട് പ്രതാപൻ്റെ പരിചയക്കാരനായ ഒരാളാണെങ്കിൽ പ്രതാപൻ്റെ അടുത്തെത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, പ്രതാപേട്ടൻ്റെ മരുമകൻ നടക്കാൻ തുടങ്ങിയല്ലേ, ഞാൻ കണ്ടായിരുന്നു ആ ലക്ഷ്മി മോളുടെ കൂടത്തി. അയാൾ നല്ല രീതിക്ക് തന്നെ നടക്കുന്നതും ഇളനീര് കുടിക്കുന്നതെല്ലാം തന്നെ ഞാൻ കണ്ടു. ഏതായാലും നന്നായി, ഇതൊരു നല്ല കാര്യം തന്നെയാണ് സംഭവിച്ചതെന്നെല്ലാം അയാൾ പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇവൻ എന്താണ് അമ്മ ഈ പറയുന്നത്, കണ്ണൻ നടന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്താടാ ഈ പറയുന്നത്, കണ്ണനാണെങ്കിൽ ഇപ്പോഴും വീൽ ചെയറിൽ തന്നെയാണ്, നിനക്ക് ആൾ മാറിപ്പോയതാണെന്നെല്ലാം പറയുമ്പോൾ എനിക്കൊരാളെ മാറിയിട്ടില്ല, ഞാൻ അയാളെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കണ്ടാൽ അപ്പോൾ തന്നെ മനസ്സിലാവുമെന്നെല്ലാം അയാളാണെങ്കിൽ പറയുന്നുണ്ട്. ഈ രതീഷ് ഇത്ര തന്നെ തറപ്പിച്ച് പറയുമ്പോഴേക്കും കണ്ണൻ നടന്നിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ പറയുന്നത്, അല്ലാതെ അവൻ വെറുതെ ഒന്നും അങ്ങനെ പറയില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോഴേക്കും എന്നാൽ പിന്നെ എൻ്റെ കരുണമോളുടെ കാര്യം ആകെ കുഴപ്പത്തിലാവുമല്ലോ അമ്മേ. ആ കണ്ണനും മഹിയുമാണെങ്കിൽ ഒരു കാര്യം തുറന്നു പറയുന്ന കൂട്ടത്തിലല്ല. ആ കണ്ണൻ്റെ കുഞ്ഞാണ് മഹിയുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് പോലും നമ്മൾ എത്ര താമസിച്ചിട്ടാണ് അറിഞ്ഞത്. അതറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മകളുടെ പകുതി ജീവൻ അങ്ങോട്ട് പോയതാണ്. പക്ഷേ ഇതുകൂടി ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ അവളാണെങ്കിൽ തൂങ്ങിച്ചാവുമെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ പേടിക്കേണ്ട, ഇതിനെല്ലാം ഞാൻ അവൻ്റെ പിറകെ നടന്ന് അവൻ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ അറിയാമെന്ന് പറയുമ്പോൾ നീ വെറുതെ നടന്നാൽ പോരാ, അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകണമെന്നെല്ലാം പറയുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നു. അവൻ ഒരിക്കലും നടക്കരുത്, നീ നിൻ്റെ ശരീരത്തെ ഇനിയും ആ വിശ്വനാഥൻ്റെ പ്രേതം കൂടിയതായിട്ട് നീ അഭിനയിക്കണം, എന്നിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് അവൻ നടക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അവൻ്റെ മുട്ടുകാല് തല്ലി ഓടിക്കണം. ഒരിക്കലും രശ്മിയുടെ കൂടെ നടക്കുന്ന കണ്ണനെ വേണ്ട, ഇരുന്ന് വീൽ ചെയറിലിരിക്കുന്ന കണ്ണൻ മാത്രം മതിയെന്നെല്ലാം മുത്തശ്ശിയും പ്രതാപനും തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുന്ന കരുണയാണ് കാണിക്കുന്നത്. കരുണയാണെങ്കിൽ ഈ തൻ്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തന്നെയാണ്. പിന്നീട് അടുക്കളയിലോട്ട് ചെല്ലുന്ന കരുണയാണെങ്കിൽ മഹിയാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ഏൽപ്പിക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് പറ്റത്തില്ലാത്ത കാര്യമാണ്, എന്നെ ഇതൊന്നും ഏൽപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അച്ഛൻ ചെയ്ത തെറ്റിനെ ഞാൻ എന്ത് പഴിച്ചു, എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്നെല്ലാം കരുണ ചോദിക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ചായ ഇട്ട് കണ്ണേട്ടൻ്റെ കൊണ്ടേ കൊടുക്കണം, ഇനി ഇവിടെ ഈ വീട്ടിലുള്ള പണികളെല്ലാം തന്നെ നീ തന്നെ ചെയ്യണം, ഇത് കണ്ണേട്ടൻ്റെ തീരുമാനമാണ്, അതുകൊണ്ട് ഇതിലൊരു മാറ്റം സംഭവിക്കില്ല, നിനക്കിവിടെ തുടർന്ന് പോകണമെങ്കിൽ കണ്ണേട്ടൻ്റെ ഈ ശിക്ഷാവിധികളെല്ലാം തന്നെ നീ ഏറ്റെടുക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ കരുണയെ കൊണ്ട് തന്നെ ചായ ഇടിപ്പിച്ച് കണ്ണൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാനായിട്ട് കൊടുത്തു വിടുന്നു. അങ്ങനെ കണ്ണൻ അടുത്തെത്തുന്ന കരുണയെ കാണുന്നതും കണ്ണൻ പറയുന്നുണ്ട്, നീ മഹി പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തോണം, അതുകൊണ്ട് മഹിയെ എതിർത്ത് നിൽക്കാനാണ് ഇവിടെ നീ വിചാരിക്കുന്നതെങ്കിൽ നിൻ്റെ ഈ താലിമാല നിൻ്റെ കഴുത്തിൽ കാണില്ല, നീ ഏതെങ്കിലും തരത്തിൽ വാലുപൊക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ചോണമെന്നെല്ലാം കണ്ണൻ താക്കീത് കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുകയാണ്. അതേസമയം റൂമിലോട്ടെത്തുന്ന മഹിയാണെങ്കിൽ, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്, എത്രയും പെട്ടെന്ന് പോയി ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യാനായിട്ട് ആജ്ഞാപിച്ച് വിടുകയാണ് കരുണയെ. ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. കരുണ അങ്ങനെ പുറത്തോട്ട് വരുന്നത് മുത്തശ്ശിയെ ഉടനെ തന്നെ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അതെല്ലാം പ്രതാപനോടായിട്ട് പറയുകയാണ്. കരുണമോളിപ്പം എന്നെ വിളിച്ചു എന്നെല്ലാം മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവളാണെങ്കിൽ അവിടെ കരുണമോളെ ഒരു തരത്തിലും സ്വസ്ഥതയോടെ ഇരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, എല്ലാ ജോലികളും അവളെ കൊണ്ട് ചെയ്യിക്കുന്നു, അവളും അവനും നമ്മുടെ കരുണമോളോട് പകരം വീട്ടുകയാണെന്നും നീ ചെയ്ത ശിക്ഷയ്ക്ക് അവളെ കൊണ്ട് തന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നതെന്നെല്ലാം പ്രതാപനോട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആകെ സങ്കടമാകുകയാണ്.
തൻ്റെ മോളെ രാജകുമാരിയെ പോലെ ജീവിക്കാൻ വേണ്ടിയാണ് കമലേശ്വരത്തോട്ട് വിട്ടതെന്നും അവൾക്ക് ദാസിയായിട്ട് നിൽക്കാനായിട്ട് മറ്റവളെ വിട്ടതെങ്കിലും അവളാണല്ലോ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതും രാജ്ഞിയായിട്ട് ജീവിക്കുന്നതും എൻ്റെ മോളാണല്ലോ ഇപ്പോൾ അവളുടെ ദാസിയായിട്ട് ജീവിക്കുന്നതെന്ന് അറിയുന്ന പ്രതാപനാണെങ്കിൽ ആകെ വിഷമം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാകുകയാണ്. താൻ ചെയ്ത ക്രൂരതയ്ക്ക് തൻ്റെ മോളിലൂടെ തന്നെ താൻ ശിക്ഷ അനുഭവിക്കുകയാണെന്നെല്ലാം പ്രതാപന് മനസ്സിലാകുന്നു. പിന്നീട് കണ്ണനാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യിക്കുന്നതിൽ നിനക്ക് മനംനൊന്ന് നീ വീട്ടിലോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ സത്യങ്ങളെല്ലാം തന്നെ ഞാൻ ഉണ്ണിയോട് പറഞ്ഞ് നിൻ്റെ താലിമാല നിൻ്റെ കഴുത്തിൽ നിന്നും ഊരിക്കും, അതും കൂടെ നിൻ്റെ മനസ്സിൽ ഓർത്തോണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ ഭയപ്പെടുത്തുകയാണ് കണ്ണൻ. കരുണയുടെ ഈ മാറ്റത്തിൽ വല്ലാത്തൊരു സംശയം ഉണ്ടാകുകയാണ് ഉണ്ണിക്ക്. കാരണം കരുണയുടെ അച്ഛനാണെങ്കിൽ റിക്കവറായി വന്നതിന് ശേഷവും കരുണയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും സംഭവിക്കാത്തത് കൊണ്ട് എന്തോ ഒരു കാര്യം രഹസ്യമായിട്ട് തന്നെ ഇവരെല്ലാം സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യവും നമ്മുടെ ദുർഗയ്ക്കും ഉണ്ണിക്കും വല്ലാത്തൊരു സംശയമായിട്ട് തന്നെ തുടരുകയാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ണിയാണെങ്കിൽ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.